തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തെ മുഴുവൻ ആവാഹിച്ച് അങ്ങനെ കൈരളി ന്യൂസിൻ്റെ പടക്കളം പത്തനംതിട്ട ജില്ലയിലാണ് എത്തിയിരിക്കുന്നത്. അടൂരാണ് ഇന്ന് നമ്മളുള്ളത്. നമുക്ക് പരിചയപ്പെടാം ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒപ്പം ഈ നാട്ടിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ഇതൊക്കെ സംവദിക്കാനായി എത്തിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം UDF പ്രതിനിധിയായി തൗഫീഖ് രാജൻ, LDF പ്രതിനിധി S മനോജ്, NDA പ്രതിനിധീകരിച്ച് രൂപേഷ് അടൂർ. ആദ്യം ശ്രീ തൗഫീഖ് രാജനിൽ നിന്ന് തന്നെ തുടങ്ങാം. തൗഫീഖ് രാജൻ, ഈ പത്തനംതിട്ട ജില്ലയെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഓർമ്മ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇന്ന് എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. മാത്രമല്ല തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടു. ഒരു RSS നേതാവിനാണ് വക്കാലത്ത് നൽകിയെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് ഐക്യജനാധിപത്യ മുന്നണിക്കും ടീം UDFും ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ പൂർണ്ണ കോൺഫിഡൻ്റ് ആണ്. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൃത്യമായിട്ടുള്ള ഏകോപനത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയം അടക്കം പൂർത്തിയാക്കി പ്രചാരണ പ്രവർത്തനങ്ങളിലടക്കം വളരെ കൃത്യവും വ്യക്തമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം രാഹുൽ ഒരു തിരിച്ചടിയാവുമെന്ന് ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടം. ഞാൻ അതിലേക്ക് വരാം. തിരുവനന്തപുരത്ത് K ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ കോർപ്പറേഷനുകളിലും മികച്ച രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി, നഗരസഭകൾ നടത്തി, പഞ്ചായത്തുകൾ നടത്തി കൃത്യമായ തിരുവനന്തപുരത്ത് നിരവധി സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവ വികാസങ്ങൾ മാറ്റി നിർത്തിയാൽ ഇവിടെ CPMന്റെ ഗതികൾ അടക്കം ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങ് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടം വിഷയം. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം രാഹുലിന്റെ ജന്മനാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാഭാവികമായും ഈ രാഹുലിന്റെ മാത്രം ജന്മനാടല്ല, രാഹുലിന് വേണ്ടി ഈ ഗർഭചിത്രത്തിന്റെ ഗുളിക കൊണ്ടുപോയ ആളിന്റെ നാട് കൂടിയാണ് പത്തനംതിട്ട. കോടതിയാണ് അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സ്ഥിരീകരണം. കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. കോടതിയാണ് അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ഒരു കേസുകൾ നിങ്ങൾ സംവദിക്കാറില്ലല്ലോ. പാർട്ടി കോടതിയിലാണല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്ന ഘട്ടം, ആ ഘട്ടത്തിൽ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത തരത്തിൽ അതിവേഗം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം പാർട്ടി നേതൃത്വം കൈക്കൊണ്ടു. ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പത്മകുമാറിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോൾ ആരോപണം എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിനെതിരെ വ്യക്തമായ തെളിവുണ്ട്. ഈ വിഷയം ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി. സമാന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ MLA CPMന്റെ കൊല്ലം MLA M മുകേഷിനെതിരെ എന്ത് നടപടിയാണ് ഈ CPM നേതൃത്വം കൈക്കൊണ്ടത്? പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പരിശോധിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ആ കുറ്റപത്രം കോടതിയിൽ നിലനിൽക്കുകയാണ്. അത്തരത്തിൽ കുറ്റക്കാരനാണ് എന്ന് M മുകേഷിനെതിരെ സമർപ്പിച്ച സാഹചര്യത്തിൽ പോലും എന്ത് നടപടിയാണ് സമാന സാഹചര്യത്തിൽ സമാന സാഹചര്യത്തിലുള്ള CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ MLA ആയിട്ടുള്ള M മുകേഷിനെതിരെ സ്വീകരിച്ച ഒന്നാമത്തെ ചോദ്യം, മത്സരിച്ച് തോറ്റ നമുക്ക് വളരെ കൃത്യമായി അറിയാം. അതല്ല, M മുകേഷിനെതിരെ ആയാലും M വിൻസെന്റിനെതിരെ ആയാലും എൽദോസിനെതിരെ ആയാലും ഒക്കെ ഉണ്ടാകുന്ന ആരോപണമാണ്. ആ കുറ്റാരോപിതർ ആ അർത്ഥത്തിൽ നിയമ സംവിധാനങ്ങളിലൂടെയാണ് ഇത് വ്യക്തമാകേണ്ടത്. പക്ഷേ അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വിവാദമാവുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തത് ഓഡിയോ അടക്കം പുറത്തു വരികയും അത് അദ്ദേഹം നിഷേധിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്. ഒരു കൊലപാതകം നടന്നു എന്ന് പറയുന്നതും ഈ ക്യാമറയുടെ മുമ്പിൽ വെച്ചൊരു കൊലപാതകം നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായോ? മുകേഷിനെതിരെ പരാതി കൊടുത്ത ആളിപ്പോൾ എവിടെയാണ്? പോക്സോ പ്രകാരം ജയിലിലാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ആരോപണം ഉന്നയിച്ചവരുന്നു തമിഴ്നാട് ജയിലിലായിരുന്നു. എന്തായാലും തീവ്രത അളക്കാനുള്ള കമ്മീഷനെ വെച്ചൊന്നും ഞങ്ങൾ പരിശോധിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിച്ചാണ് മുന്നോട്ട് പോയത്. ഇവിടെ P ശശിയും PK ശശിയും മുകേഷും നിങ്ങളുടെ പത്തനാപുരത്തുള്ള ഗണേഷ് കുമാറും LDF S മനോജ്, അതായത് അവരുടെ പാർട്ടി നടപടിയെടുത്തു, അവരുടെ പാർട്ടി മുമ്പോട്ട് പോയി. പിന്നെ എന്തിനാണ് അവരെ ആക്ഷേപിക്കുന്നത്? എങ്ങനെയാണിത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയാവുന്നത്? തൗഫീഖിന്റെ ഈ ക്യാപ്സ്യൂളുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തെ വിളിപ്പിക്കാൻ പറ്റില്ല. കേരള സമൂഹത്തിന് മുമ്പിൽ തുണി ഉരിഞ്ഞു നിൽക്കുന്ന ഒരു യുവ MLA ആണെന്ന് രാഹുൽ മാങ്കൂട്ടം. അടൂർ സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്ത് ഈ നാട്ടിൽ തന്നെ നമ്മൾ ഈ അതിജീവിതയുടെ പേര് പറഞ്ഞത് ശരിയല്ല. എൻ്റെ പഞ്ചായത്തിൽ തന്നെ രാഹുലിൻ്റെ പീഡനത്തിന് വിധേയമായ നിരവധിയായ പെൺകുട്ടികളുണ്ട് എന്നത്
തൗഫീഖിനും അറിയാം, എന്തെങ്കിലും എനിക്കും അറിയാം, അനാവശ്യമായ എനിക്കും അറിയാം. ആരോപണം പറയരുത്. അതിന്റെ അനാവശ്യമല്ല അപ്പുറത്തേക്ക് പറയുന്നത്, കൃത്യമായിട്ട് സത്യസന്ധമായ ആരെങ്കിലും പരാതി കാര്യമാണ്. വിട്ട് രംഗത്ത് വന്നോ? രാഹുൽ അടൂരിൽ മാങ്കൂട്ടത്തിലെ പരാതി ആയിട്ട് രാഹുൽ രംഗത്ത് മാങ്കൂട്ടത്തിലെ വന്നോ? അടൂരിൽ രാഹുൽ പരാതി മാങ്കൂട്ടത്തിലെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ, അല്ല, രാഹുൽ എനിക്ക് മാങ്കൂട്ടത്തിലെ പരാതി- ഒരു ട്യൂട്ടോറിയൽ ഞാൻ അധ്യാപകനായിരുന്ന പറഞ്ഞപ്പോൾ കാലത്ത് ആങ്കർ ഇടപെടുന്നു. നാട്ടുകാർ സംശയം പിടിച്ചു കെട്ടി ചോദിച്ചപ്പോൾ ആങ്കർ പറഞ്ഞപ്പോൾ നാട്ടുകാർ ഞാൻ പിടിച്ചു കെട്ടി പറഞ്ഞപ്പോൾ മൂലചാരിയപ്പോ ചേട്ടാ, തൗഫീഖ് CPM രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസാണ് ഉള്ളത്. എന്തിനാണ് തൗഫീഖ് അസ്വസ്ഥനാവുന്നത്? എന്തിനാണ് തൗഫീഖ് അസ്വസ്ഥനാവുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജന്മനാട്ടിൽ നിന്ന് ആരെങ്കിലും രാഹുൽ പരാതി മാങ്കൂട്ടത്തിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മനാട്ടിൽ അത് ആരാണെന്നല്ല ഞാൻ പറ. പറയുന്നത്. ആരാണെന്ന് രാഹുൽ വെച്ചാൽ പറ. മാങ്കൂട്ടത്തിലുമായി ആരാണെന്ന് വെച്ചാൽ പറ. ബന്ധപ്പെട്ട് ഞാൻ ഒരു വ്യക്തിയുടെയും പേര് പറയുന്നില്ല. നിരവധിയായ സംഭവങ്ങൾ അടൂരിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന നിരവധി ഇരകൾ അടൂർ താലൂക്കിൽ നിരവധിയായ ഇരകൾ അടൂർ താലൂക്കിൽ ഉണ്ടായിരുന്നത് തൗഫീഖിനും അറിയാം, എനിക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും എനിക്കറിയാം, അറിയാം. അങ്ങക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. എനിക്കറിയാം, തൗഫീഖിന്റെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞുതരാം ആർക്കെയാണ്. അങ്ങക്ക് എങ്ങനെ അറിയാം? എന്നാ അങ്ങ് വ്യക്തിപരമായി പറ. ഞാൻ പറഞ്ഞുതരാം എന്നാ തൗഫീഖിനോട്. അങ്ങക്ക് പറ. തൗഫീഖ് പറഞ്ഞു കൊടുക്കേണ്ട അവർ പരാതി കൊടുക്കും. വ്യക്തിപരമായി ഞാൻ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലല്ലോ. ഞാൻ വ്യക്തിപരമായി അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലല്ലോ. അങ്ങ് ഈ പൊതുസമൂഹത്തിന് വേണ്ടി പറഞ്ഞു. രാഹുലിന്റെ ഇരകൾ ആരൊക്കെയാണെന്നുള്ളത് തൗഫീഖിന് വ്യക്തിപരമായി ഞാൻ പറയാം, വീട് കൊണ്ട് കാണിച്ചു തരാം. വ്യക്തമായില്ലേ പറയുന്നത്? ഞാൻ ഞാൻ അങ്ങനെ വളരെ പറഞ്ഞല്ലോ. വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല, തൗഫീഖ് എതിരെ തൗഫീഖിനെ നിൽക്കുകയാണ്. അവർ കൊണ്ട് പരാതി കാണിച്ചു തരാം. കൊടുക്കും, അവർ പരാതി കൊടുക്കും. എതിർ ഒന്നല്ല നിൽക്കുകയാണ് രാഹുൽ. ഒന്നല്ല ഇതുപോലെ പരാതി കൊടുക്കട്ടെ. അതെ, complete ചെയ്യട്ടെ, complete ചെയ്യട്ടെ. ബാക്കി പറയട്ടെ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം ഇവിടെ CPM ഓ CPI കൊണ്ടുവന്ന പ്രശ്നമല്ലല്ലോ. ആരാണ് കൊണ്ടുവന്നത്? റെനി ആൻ ജോർജ് എന്ന് പറയുന്ന VD സതീശന്റെ സ്വന്തം CPM വേദിയിൽ റെനി ആൻ ജോർജിനെ കണ്ടത് നമ്മൾ മറന്നുപോയത്. ഞാനൊന്ന് പറയട്ടെ തൗഫീഖ്, അസ്വസ്ഥനാവാതെ. റെനി ആൻ ജോർജ് എന്ന് പറയുന്ന പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം സഹചാരിയായ ഒരു പെൺകുട്ടി മകളെ പോലെ കാണുന്നു. അതാണ് എന്റെ പിതൃസാനിയനാണ് VD സതീശൻ എന്നാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടൻ കുറ്റക്കാരനാണോ? ഒന്ന് CPM ആണോ? രാഹുൽ മാങ്കൂട്ടത്തിന് നടപടി എടുത്താരാണ്? KPCCക്ക് ബോധ്യപ്പെട്ട നടപടി. KPCCക്ക് ബോധ്യപ്പെട്ട പിന്നെ നടപടി തൗഫീഖിന് എന്താണ് ബോധ്യപ്പെടാത്തത്? ആരും ന്യായീകരിക്കാനോ അനാവശ്യമായി ന്യായീകരിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. പാർട്ടി വളരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. ആ പാർട്ടി നടപടി CPM-ൽ സമാനതരത്തിലുള്ള ആരോപണം മുൻകാലങ്ങളിൽ ഉയർന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ സമാനമായ തരത്തിൽ CPM നേതാക്കൾക്കെതിരെ ഉയർന്നപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള റെനി ആൻ ജോർജ് VD സതീശനെ മകളെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ റെനി ആൻ ജോർജ് ആണ് ഈ പ്രശ്നം ആദ്യം മുന്നോട്ട് വരുന്നത്. ആ പ്രശ്നം ബോധ്യപ്പെട്ട് ആദ്യം നടപടിയെടുത്താരാണ്? KPCC പ്രസിഡന്റ് നടപടിയെടുക്കുന്നു. KPCC പ്രസിഡന്റ് നടപടിയെടുത്ത പ്രതിയെ ന്യായീകരിക്കുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തൗഫീഖിന്റെ വിധേയത്വമാണ്. പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത്. CPM ഒരിക്കലും പറഞ്ഞില്ല. CPM പൊതുസമൂഹം കോൺഗ്രസിനും KPCCക്കും പ്രതിപക്ഷ നേതാവിനും ബോധ്യപ്പെട്ടത് പൊതുസമൂഹം ബോധ്യപ്പെടരുതെന്നുള്ള തൗഫീഖിന്റെ വാദം പൊതുസമൂഹം അംഗീകരിക്കില്ല. അവിടെയാണ് പ്രശ്നം. ധാർമ്മികത എന്ന് പറയുന്നത് സമൂഹത്തിൽ പൊതുപ്രവർത്തകരായ ആളുകൾ പാലിക്കേണ്ട ചില ധാർമ്മികതയുണ്ട്. പത്തനംതിട്ടക്കാരനായ ഒരുത്തൻ തൗഫീഖിന്റെ ഒരു സുഹൃത്താണ്. ഗർഭചിത്രത്തിലുള്ള ഗുളിക വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നു. എത്ര മര്യാദകളാണ് കാണിക്കുന്നത്? ഒരു പെൺകുട്ടിയെ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കുന്നു, അവളെ ഗർഭിണിയാക്കുന്നു. അതിന് ഗുളികയുമായി പത്തനംതിട്ടക്കാരൻ പോകുന്നു, നീലബാഗുമായി പത്തനംതിട്ടക്കാരൻ പോകുന്നു. സകല ക്രിമിനൽ ആക്ടിവിറ്റികൾക്കും കൂട്ടുനിൽക്കുന്ന പത്തനംതിട്ടല്ലേ. ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൂട്ടുന്ന ആരൊക്കെയാണ്? വ്യാജ ഐഡന്റിറ്റി കാർഡ് ഏത് കാര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്? അയാള് നിങ്ങൾ പറഞ്ഞല്ലോ, അയാളെ നിങ്ങൾ പറഞ്ഞല്ലോ പറയട്ടെ തൗഫീഖേ, അയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്ന് നിങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അയാൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ജീവിതം മുഴുവൻ കൃത്രിമമാണ്. ജീവിതം മുഴുവൻ കൃത്രിമമാണ്. പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് കൃത്രിമ വർഗത്തിലൂടെ. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അവിവാഹിതരായി നിൽക്കുന്നതുകൊണ്ട് പെൺകുട്ടികൾക്ക് ആദ്യം വിവാഹ വാഗ്ദാനം കൊടുക്കുകയാണ്. വിവാഹ വാഗ്ദാനം കൊടുത്ത് പാവപ്പെട്ട പെൺകുട്ടികളെ തന്നെ വലയിലാക്കുന്നു. വലയിലാക്കിയ ശേഷം അവർക്ക് മെസ്സഞ്ചറിലും വാട്സാപ്പിലും എന്തിന് ഗൂഗിൾ പേ വരെ മെസ്സേജ് അയക്കുകയാണ്. ഇതാണോ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ടത്? എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് വന്നത്. ഒരു സംഘം സൈബർ ആളുകളെ വെച്ചിട്ട് അതിനെ ന്യായീകരിക്കലാണ്. ഈ ന്യായീകരിക്കലുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം അത് ബോധ്യപ്പെടില്ല. സൈബർ ഗുണ്ടായിസം നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത് സുതാര്യവും മാന്യവുമായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരുള്ള നാടാണിത്. കോൺഗ്രസിലെ വേറെ ആർക്കെതിരെ ഇത്തരം ആരോപണം പറയുന്നില്ലല്ലോ. ശരി, എന്താണ് ന്യായീകരിക്കുന്നത്? ശരി. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP നേരിടുമ്പോൾ കേരളത്തിനെതിരെ എല്ലാ തലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ ₹1 വയനാട്ടിലെ ദുരന്തബാധിതരായ പാവങ്ങൾക്ക് നൽകാത്തത്, ദേശീയപാതയ്ക്ക് 25% മുടക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കെ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്? ആകെ ഇവിടുത്തെ ആകെയുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അടൂർ നഗരസഭയിലെ സെന്റർ ഞാൻ നിങ്ങൾ ഭരിക്കുന്ന ജില്ലയിൽ
പന്തളമാണ്. അവിടുത്തെ പറയൂ, അവിടുത്തെ വികസനം എന്താണ് പറയൂ. കഴിഞ്ഞ അവിടുത്തെ വികസനം പറയൂ, ഈ നാട്ടുകാരോട് 35 പറയൂ. വർഷക്കാലമായി അടൂർ നഗരസഭയിൽ കിടക്കുന്ന ബജറ്റുകളുടെ പൂർണ്ണ റിപ്പോർട്ട് ഈ നഗ്നമായ ഈ സായം സന്ധ്യയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ തയ്യാറാണ്. ഈ അടൂർക്കാർ നമുക്കറിയാം, പന്തളത്തെ നഗരസഭയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. സ്റ്റേഡിയം നിർമ്മാണം, ഇന്ന് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയുള്ള KSRTCയുടെ വികസന മുന്നേറ്റത്തിന്റെ തടസ്സം, ഇങ്ങനെ യാതൊരു വിധമായ വികസന മുന്നേറ്റം ഉണ്ടാകാതെ ഇവിടെ വിവാദങ്ങൾ നഗരസഭ കേൾക്കുന്നില്ലേ? പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നു, കമ്പിളി നിങ്ങളെ പോലീസല്ലേ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൂടാ? ഞാൻ ചോദിക്കും ഉത്തരം നിങ്ങൾ രണ്ടുപേരും പറയൂ. അഡ്ജസ്റ്റ്മെന്റ് കളിക്കുന്ന പന്തളം നഗരസഭയും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള ദ്രോഹ നയങ്ങളുമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾ അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. ഒരു കുന്തവും ഇവിടെ ചെയ്യാതെ വികസനം പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു, BJP ജനങ്ങൾ കാണുന്നതാണ്. ജനങ്ങൾ കാണുന്നതാണ്. ഓക്കെ, ഈ നാടിന് എന്താണ് ഇവരോട് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കാം. ഈ നാടിന് എന്താണ് ഇവരോട് ചോദിക്കാനുള്ളത് ആദ്യം. എന്താണ് ഈ നാട് ജനവിഭാഗത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഞങ്ങൾ നിൽക്കുന്നത്. ആരോടാണ് ചോദ്യം? ഈ തൗഫീഖിനോടാണ് ആദ്യത്തെ ചോദ്യം. UDF ഞങ്ങളിവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വികസനത്തിനും ജനക്ഷേമത്തിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുമാണ്. ജനങ്ങളോട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസനങ്ങളുടെ രേഖകൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വോട്ട് ചോദിക്കുന്നത്. വിവാദങ്ങൾ ഒരു സൈഡിൽ നിൽക്കും, അത് നമുക്ക് പൊതുമധ്യത്തിലുള്ളതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. 25 വർഷം ഭരണം നടത്തി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് 2 തവണ LDF തുടർ ഭരണത്തിൽ വന്നത്. ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതും തുടർച്ചയായ ഭരണമാണ്. ജനങ്ങൾക്ക് മുമ്പിൽ ഇവിടുത്തെ വികസന മാതൃകകൾ കാണിക്കാനുണ്ട്. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞോട്ടും ചൂണ്ടിക്കാണിച്ചാൽ ഈ നഗരമധ്യത്തിൽ വികസനത്തിൻ്റെ മാതൃകകൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. നിങ്ങൾക്ക് പറയാനൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പോലും നിങ്ങൾക്ക് പറയാനില്ല. LDF ജനങ്ങളോട് ചോദിക്കുന്നത് കൃത്യമായ വികസന മാതൃകകൾ കാണിച്ചുകൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വികസന മാതൃകകളാണ് മുമ്പോട്ട് വെക്കുന്നത്. UDF പ്രതിനിധി മറുപടി പറയാം. അതിനു മുമ്പ് എന്താണ് ചോദിക്കാനുള്ളത്? നമുക്ക് ചോദിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, MLA ആയിരുന്നു, ഗവൺമെന്റിന്റെ തന്നെ തലത്തിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ SIT അറസ്റ്റ് ചെയ്യുകയാണ്. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിനെതിരെ വാക്കാൽ പോലും ഒരു നടപടിയെടുക്കുവാൻ ഈ നാട്ടിലെ CPM നേതൃത്വമോ ഇല്ലെങ്കിൽ നേതാക്കന്മാർ പോലും സ്റ്റേറ്റ്മെന്റ് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടിനും മറുപടി പറയാം. ആദ്യം UDF ഉത്തരം പറയട്ടെ. അദ്ദേഹം ചോദിച്ചത് അടൂർ നഗരസഭയെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം അടൂർ നഗരസഭയിൽ കസേരകളി അല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതയാണ്. എന്ത് വികസനമാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇവർക്ക് അവകാശപ്പെടാനുള്ളത്? എന്ത് വികസന പദ്ധതികളാണ് അവകാശപ്പെടാനുള്ളത്? ഇവിടെ ഉമ്മൻ തോമസ് ആകട്ടെ, ബാബു ദിവാകരനാകട്ടെ, ശ്രീ ചക്കനാട് രാജേന്ദ്രനാകട്ടെ, അമിനബാബുറാവട്ടെ, ഈ ഞാൻ അങ്ങ് ചോദിച്ചല്ലോ, അല്ല എന്ത് വികസനമാണെന്ന് അങ്ങാണ് പറയുന്നത്. എന്ത് വികസനമാണെന്ന് അങ്ങാണ് പറയുന്നത്. ഓക്കെ മനോജ്, പക്ഷേ പന്തളത്തെ കുറിച്ച് ഒരു പരാതിയില്ല. പന്തളം നഗരസഭയെ കുറിച്ച് അവിടുത്തെ ചോദ്യത്തിന് മറുപടി. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട വിഷയം. ശബരിമലയിലെ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരു പ്രതിയെ എവിടെയെങ്കിലും സംരക്ഷിച്ചു, ഗവൺമെന്റ് സംരക്ഷിച്ചു എന്ന ആരോപണം ഇന്ന് വരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, SIT ശുപാർശ ചെയ്തത് കോടതിയിൽ ശുപാർശ ആവശ്യപ്പെട്ടതുപോലെ ഗവൺമെന്റ് 10 വർഷം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ആരോപണവും ഉന്നയിക്കപ്പെടാൻ കഴിയാത്തതിന്റെ പേരിൽ കുറെ കാലമായി കുറെ ആരോപണം ഉന്നയിക്കുന്നു. LDF പറഞ്ഞു വരുന്ന കാര്യം, ഈ വിവാദങ്ങളിൽ വീഴാതെ വികസന വഴിയിൽ, ജനക്ഷേമത്തിന്റെ വഴിയിൽ മുമ്പോട്ട് പോകുന്ന LDFന്റെ ശൈലി അത് തന്നെയാണോ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്നത്? തുടരാം മനോജ്. തീർച്ചയായും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൗഫീഖ് ഇവിടെ നിൽക്കുന്നല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കൊണ്ടുവന്ന വികസനത്തിന്റെ മുകളിൽ നിന്നാണ് തൗഫീഖ് സംസാരിക്കുന്നത്. അതെന്താണ്? ഇവിടെ ഈ കാണുന്ന ഇരട്ടപ്പാലം, ഇവിടെ ഒരു പാലമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ആ പാലം, തകർന്ന പാലം പൊളിച്ചിട്ട് 2 പാലം ഇവിടെ പണിഞ്ഞു. അതിൻ്റെ മുകളിൽ നിന്നാണ് തൗഫീഖ് വികസനത്തെ പറ്റി പറയുന്നത്. ഈ വികസനത്തെ കണ്ണടച്ചിട്ടാക്കാൻ കഴിയുമോ? ഒരു 100 മീറ്റർ പോയാൽ കോർട്ട് കോംപ്ലക്സ് 10 കോടി, 50 മീറ്റർ അപ്പുറത്തോട്ട് പോയാൽ എക്സൈസ് കോംപ്ലക്സ് 15 കോടി, ഫയർ സ്റ്റേഷൻ, 100 കണക്കിന് വികസനങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ് വികസനങ്ങൾ ഇവിടെ നടക്കുന്നു. പിന്നെ മാർക്കറ്റ് വികസനം അടക്കമുള്ള എല്ലാ വികസനങ്ങളും, മുനിസിപ്പാലിറ്റി വികസനത്തെ സംബന്ധിച്ച് തൗഫീഖ് സൂചിപ്പിച്ചല്ലോ. തൗഫീഖ് വളരെ വ്യക്തമായി ബോധ്യപ്പെടേണ്ടത്, അടൂർ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചിട്ട് 35 വർഷമായി. 10 വർഷമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. UDFന്റെ 25 വർഷത്തെ സംഭാവന എന്താണെന്ന് തൗഫീഖ് കൂടെ പറയണ്ടേ? 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും,
അടൂരിലെ മുനിസിപ്പൽ കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള കോംപ്ലക്സിന്റെ പണി അന്തിമഘട്ടത്തിൽ. ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ നൂറുകണക്കിനുണ്ട്. മരണപ്പെട്ടു പോയാൽ സ്വന്തം അച്ഛനോ അമ്മയോ മരിച്ചാൽ അവരെ അടക്കാൻ സ്ഥലമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ. അവർക്ക് വേണ്ടി ഒരു ശ്മശാനത്തിന് തുരങ്കം വെച്ചവരില്ലേ കോൺഗ്രസ്. ഇപ്പോൾ ശ്മശാനത്തിന്റെ പണി പൂർത്തീകരിച്ചില്ലേ? അടൂരിലെ ഏറ്റവും ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു സ്റ്റേഡിയം. സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കോടി രൂപയാണ് സ്റ്റേഡിയത്തിന് വെച്ചിരിക്കുന്നത്. സിന്തറ്റിക് ട്രാക്കോട് കൂടിയ സ്റ്റേഡിയം. ടെൻഡർ നടപടി പൂർത്തീകരിച്ചില്ലേ? എന്താ തൗഫീഖിന് കാണാനൊക്കാത്ത വികസനം? അടൂരിലെ മാർക്കറ്റുകളുടെ വികസനം, അനന്തരാമപുരം മാർക്കറ്റ് അടക്കമുള്ള പറക്കോട് മാർക്കറ്റ് അടക്കമുള്ള 2 മാർക്കറ്റുകൾ 5 കോടിയിലധികം രൂപ 2 മാർക്കറ്റ് ചെലവഴിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി നടത്തിയ വികസന പ്രവർത്തനമല്ലേ? അത് മാത്രമാണോ? അടൂരിൽ നിന്ന് നിങ്ങളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? എത്ര ക്ലീനാണ് ഈ നഗരം? ശുചിത്വ കേരളം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് എന്താ തൗഫീഖിന് കണ്ണു കാണാൻ കഴിയാത്തത്? അടൂർ മുനിസിപ്പാലിറ്റിയിലെ 98% വീടുകളും ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെടുത്തി വികസന കാര്യത്തിൽ, ശുചിത്വ കാര്യത്തിൽ ഏറ്റവും അധികം മുന്നോട്ട് പോയ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ. ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് വികസനത്തെ മറയിടാൻ വേണ്ടി തൗഫീഖ് നടത്തിയാൽ ഉദിച്ചു വരുന്ന സൂര്യനെ മുറം വെച്ച് മറയ്ക്കുന്ന പോലെ ആ തൗഫീഖെ ബോധ്യപ്പെടുത്തുള്ളൂ. ഈ നാടിന് വളരെ വ്യക്തമായ ധാരണയുണ്ട് കാര്യത്തിൽ. പിന്നെ ഇവിടെ ഉന്നയിച്ച മറ്റൊരു കാര്യം, ഇവിടെ ആ സഹോദരൻ ചോദിച്ച പ്രശ്നം, ജെറിനെ CPM ഒരാളിനെ സംരക്ഷിക്കില്ല. പത്മകുമാറിനെ സംരക്ഷിക്കാനായിരുന്നെങ്കിൽ CPM-നെ സംരക്ഷിക്കാമായിരുന്നു. ജെറിന് അങ്ങനെയുള്ള ആശങ്കയൊന്നും വേണ്ട. ഒരാശങ്കയും ജെറിന് വേണ്ട. ഒരാളിനെ സംരക്ഷിക്കത്തില്ല. പത്മകുമാറിനെ അല്ല, വാസുവിനെ അല്ല, ഒരാളിനെ സംരക്ഷിക്കത്തില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഫോട്ടോ ആരോടൊപ്പം ഉള്ളതാണെന്നൊക്കെ നമുക്കിപ്പോൾ കാണാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ വേണം, ഞാൻ കാണിക്കാം. രൂപേഷ് ചോദിച്ചല്ലോ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് രൂപേഷ് അറസ്റ്റ് ചെയ്യുന്ന സംബന്ധിച്ച് രൂപേഷിന് ആശങ്ക വേണ്ട. രൂപേഷിന് ആശങ്ക വേണ്ട. കേരളത്തിലെ പോലീസ് ഇതുവരെ ഏതെങ്കിലും പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 56 ഇഞ്ച് നെഞ്ചുവിരിവിന്റെ പവറുമായി അധികാരത്തിൽ വന്നല്ലോ. രാജ്യത്ത് 6 ഭീകരാക്രമണം നടന്നു. ഒരു പ്രതി അറസ്റ്റ് ചെയ്തോ? പക്ഷേ ഒറ്റ പ്രതിയെ ഈ രാജ്യത്ത് ഒറ്റ പ്രതിയെ. രാജ്യസ്നേഹമാണല്ലോ നിങ്ങളുടെ മുദ്രാവാക്യം. 56 ഇഞ്ച് ചുറ്റളവിന്റെ വീരസ്യം പറച്ചിലല്ലാതെ എന്താ നിങ്ങൾ? പിന്നെ ഇവിടെ അത്തരത്തിലുള്ള ആശങ്കയൊന്നും പ്രശ്നമില്ല. കേരളത്തിലെ ഗവൺമെന്റ് കൃത്യമായി, ഞാൻ ഒരാളും പറയുമ്പോൾ ഇടയ്ക്കേറാൻ വന്നില്ല. ഇങ്ങനെ സത്യം പറയുമ്പോൾ അതല്ല, ഉള്ളത് പറയുമ്പോൾ ഒരു പക്ഷേ തുള്ളൽ കയറിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. 56 നെഞ്ചളവുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ഒരു ഭീകരാക്രമണത്തെ, ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം കാണിക്കാത്ത ആഭ്യന്തര വകുപ്പാണ് രാജ്യത്തിൻ്റെതെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അതിനകത്ത് നോട്ട് നിരോധനത്തിന്റെ കാലം മുതൽ പറയുന്നതാണ് ഭീകരാക്രമണം നിർത്തും, അതിനാണ് നോട്ട് നിരോധിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടം പറഞ്ഞു. നോട്ട് നിരോധിച്ചത് ഇപ്പൊ ഭീകരാക്രമണം തുടരുന്നു. കേരളത്തിൽ മാത്രമുള്ള കേരളത്തിൽ, ഭാരതത്തിലെ 26 സംസ്ഥാനങ്ങളൊന്നും ഇതില്ല. കേരളത്തിൽ മാത്രം പറയും. കാരണം ചുമപ്പുള്ള ഒരു സംസ്ഥാനം ആകെയുള്ളത് കേരളമായതുകൊണ്ട് എത്രമാത്രം പച്ചക്കള്ളം പറഞ്ഞ് അത് സത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം പണ്ട് കാലം കേരളത്തിലുണ്ട്. വികസനത്തെ കുറിച്ച് പറയൂ. വികസനമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മനോജ് ആരംഭിച്ചത്. വികസനം മുന്നേറ്റം പറഞ്ഞു. മാർക്കറ്റിന്റെ വികസനം, റോഡ് വികസനം, 350ഓളം വിവിധ പദ്ധതികൾ, ജലജീവൻ പദ്ധതി ഉൾപ്പെടെ ഈ അടൂർ നഗരസഭയുടെ കൈമലപ്പാറയിലെ ജലജീവൻ പദ്ധതി പ്രകാരം 25.3 കോടി രൂപ കൊടുത്തിട്ട് പോലും 10 വർഷം കഴിയുന്നു. ഈ നിമിഷം വരെ ജലജീവൻ പദ്ധതി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഒരു കുന്തം ചെയ്യില്ല. കായിക ലോകത്തിന് വേണ്ടി സ്റ്റേഡിയം പോലും ഈ 35 വർഷക്കാലമായിട്ട് ഇവിടെ പണിതിട്ടില്ല. അൻപരാമപുരം ചന്ത നടപ്പിലാക്കുവാൻ സ്ഥലമെടുക്കുകയും പൈപ്പ് ലൈനിടാൻ പൈപ്പുകൾ കൊണ്ടുവന്ന് അതിന്റെ പണി തുടങ്ങി. തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി അങ്ങേക്ക് അറിയില്ല. ഇപ്പൊ എന്റെ കൂടെ ഈ KSRTC സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുത്തിട്ടില്ല.
ഇപ്പം വരാമോ? ഇപ്പം വാ. ആര് പറയും? ഇന്നലെ ആയിരിക്കും. അല്ല, അദ്ദേഹം മിനിഞ്ഞാന്ന് വരെ അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് conversation സ്ഥിരതാമസമായിട്ട് അറിയുന്നില്ലെന്ന് സുഹൃത്തേ. പത്തനംതിട്ടക്കാർ അല്ല, പറയുന്നു. പന്തളം പഞ്ചായത്ത് ശരി ശരി നാട്ടുകാർ ചോദിക്കട്ടെ, നാട്ടുകാർ കള്ളത്തരങ്ങൾ പറയാൻ ഒരു കമ്പത്തെ ശേഷം പന്തളം മുനിസിപ്പാലിറ്റി താങ്കൾക്ക് കാണിച്ചു തരാമോ? ഒരു പബ്ലിക് കാണിച്ചു തരാമോ? ഞാൻ പറയാം 57 മുതല് മാറി മാറി ഭരിച്ചില്ലേ? എത്ര വർഷം ഭരിച്ചു? ഏതാണ്ട് 70 വർഷത്തിന് മേളിലായില്ലേ ഈ കേരളത്തിലെ സംസ്ഥാന ഭരണം, തുടർ ഭരണം, ജില്ലാ പഞ്ചായത്ത് ഭരണം, നഗരസഭ ഭരണം. പന്തളം നഗരസഭയുടെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാ കാര്യമാണ് രൂപേഷ് പറയുന്നത്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൂത്രപ്പുര ഉണ്ടോ? ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം ബന്ധപ്പെട്ടുകൊണ്ട് തുറന്നുകൊടുത്തിട്ടില്ല. രൂപേഷിന് അടൂരെ ചരിത്രം അറിയത്തില്ല, അതുകൊണ്ടാണ് രൂപേഷ് പറഞ്ഞത്. ഇങ്ങനെ ഒന്ന് ഇറക്കാൻ 5 വർഷക്കാലമായിട്ട് പന്തളത്ത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ടോ? പന്തളത്തെ കാര്യം ചോദിക്കുമ്പോൾ അടൂരിലെ കാര്യം പറയുന്നു. പന്തളത്തൊരു നഗരസഭയുടെ മുന്നിൽ കൂടെ സെപ്റ്റി ടാങ്ക് പൊട്ടി ഒലിച്ചു മൊബൈലിൽ ഫോട്ടോ ഉണ്ട്, എടുത്തു തരാം. നിർമ്മാണം വികസന കേരളത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ കോടിക്കണക്കിന് ഫണ്ട് നഗരസഭയിൽ 70%. ബഹുമാന്യായ രൂപേഷ് സാറിനടുത്ത് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ 29 വാർഡുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ എത്ര BJP സ്ഥാനാർത്ഥികളെ നിങ്ങൾ മത്സരിപ്പിക്കുന്നുണ്ടെന്ന് വ്യക്തമായി പറയാമോ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും നിങ്ങളുടെ ചിഹ്നത്തിൽ ഈ ടൗൺ വാർഡ് 24 വാർഡ്, ഈ ടൗൺ വാർഡ് 24 വാർഡ് വിമത ഗ്രൂപ്പ് അടൂർ മുനിസിപ്പാലിറ്റി 29 വാർഡ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളായിട്ട് നിങ്ങൾ ചിഹ്നത്തിൽ എത്ര മത്സരിപ്പിക്കുന്നു എന്നുള്ള ചോദ്യമാണ് എന്റെ ചോദ്യം. രൂപേഷ് 8 വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. 8 വാർഡിൽ 29 8 സ്ഥാനാർത്ഥിയില്ല. പിന്നാണോ നിങ്ങളുടെ വാദം പഠിക്കുന്നത്? 8 വാർഡിൽ സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾ നയമാണെന്ന് നിങ്ങൾ സ്വന്തം വാർഡിൽ പോലും CPM-ന്റെ വിവിധ ഗ്രൂപ്പുകൾ അതായത് രണ്ടും CPM-ന്റെ 2 സ്ഥാനാർത്ഥികൾ എത്രയോ വാർഡുകൾ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച വെക്കരുത്. BJPയെ കുറിച്ച് ആശങ്കപ്പെടണ്ട. BJPയെ കുറിച്ച് ആശങ്കപ്പെടണ്ട. 8 സീറ്റ് നിർത്തിയിട്ട് സമ്മതിക്കൂ. പക്ഷേ ഞങ്ങൾക്ക് നയമുണ്ട്, നയരൂപീകരണം. ഞാൻ ചോദിച്ചത് കേരളത്തിൽ 23,000 ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയേക്കുന്നത് എല്ലാ വാർഡിലും ഏത് സ്ഥാനാർത്ഥി? മുനിസിപ്പാലിറ്റിയിലെ സ്ഥിതിവിശേഷം അടൂർ നഗരസഭയിൽ 8 വാർഡിൽ ആളില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഏറ്റവും കൂടുതൽ ആളുകളെ നിങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല. 23,000-ലധികം ഔദ്യോഗികമായിട്ട് താമര ചിഹ്നം നിൽക്കുന്ന ഏക പാർട്ടി വാർഡുകളിൽ ഇന്ന് മാറി മാറി എല്ലാ വാർഡിലും നിർത്തുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. നിയമസഭയ്ക്ക് വേണ്ടിയുള്ള അടുത്ത നിയമസഭയ്ക്ക് വേണ്ടിയുള്ള അത് BJPയുടെ മുന്നേറ്റമായിരിക്കും. BJPയുടെ വക്താവിന് ഒരു വാക്ക് പോലും പറയാനില്ല. നിങ്ങൾക്ക് ഇവിടെ പ്രസക്തി പോലും 8 വാർഡിൽ നിങ്ങൾ മത്സരിക്കുന്നില്ല. മുഖ്യ പ്രതിപക്ഷമായ കഴിഞ്ഞ 10 വർഷം മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനോടാണ് പറയുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തുടർച്ചയായ ഭരണമുണ്ടാകും. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ തുരങ്കം വെക്കരുത്. നമുക്ക് ഒരുമിച്ച് വികസന പ്രവർത്തനങ്ങളിൽ മുന്നേറാം. അടിസ്ഥാന തട്ടിൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നമുക്ക് രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് പോകാം. വികസനത്തിന് തുരങ്കം വെക്കരുത്. അടൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ തീരുമാനിക്കുന്ന LDF-ന്റെ ചെയർപേഴ്സൺ അധികാരത്തിൽ വരും. നിങ്ങളുടെ കൗൺസിലർമാരോട് പറയുക, സഹകരിച്ച് മുന്നോട്ട് പോകാം. നമുക്കിവിടെ വികസന പ്രവർത്തനങ്ങൾ തുടരണം. നിങ്ങൾക്ക് വികസനമല്ലാതെ ഇവിടെ ഒരു വികസന സെമിനാർ നടന്നു, നിങ്ങളുടെ ഒരാൾ പോലും അതിനകത്ത് പങ്കെടുത്തില്ല. വികസനത്തിനെ ഒന്ന് അനുവദിക്കണം, തടസ്സപ്പെടുത്തരുത്. അതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇവിടെ ഓഡിയൻസ് ഒരാൾ പറയുന്നത് കേട്ടു, ബംഗാളികൾ ഇവിടെ കൂട്ടം കൂട്ടമായി വരുന്നുവെന്ന്. എന്തുകൊണ്ട് ബംഗാളികൾ കേരളത്തിൽ വരുന്നു എന്ന് ഒന്ന് പരിശോധിക്കണം. കാരണം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം കൊടുക്കുന്നത് 29 സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ് എന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിൽ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന്, കൂലി എത്ര രൂപ കിട്ടുന്നതെന്ന് ഒന്ന് പരിശോധിക്കണം. 200 രൂപ ഇവിടെ കൊടുക്കുന്നത് 1200 രൂപ.
യു പി പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര രൂപയാണ് കൂലിയെന്ന് സഹോദരനൊന്ന് മനസ്സിലാക്കണം. ഇവിടെ സാധാരണക്കാരൻ്റെ, അതായത് ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ പിന്നെ ജോലി ചെയ്യുന്നവൻ്റെ ശമ്പളം എത്ര? ഇവിടെ ചുമട്ട് തൊഴിലാളി വാങ്ങുന്നത് എത്ര? ഈ ചുമട്ട് തൊഴിലാളി നിയമം എന്ന് പറഞ്ഞ സാധനം ഈ കേരളത്തിലല്ലാതെ നിയമം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? കാര്യം പറയൂ. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ചോദ്യം ചോദിച്ചു. ഡിസംബർ 13-ാം തീയതി അങ്ങയുടെ തെറ്റിദ്ധാരണ മാറിക്കിട്ടും. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർപേഴ്സണും UDF കൗൺസിലും അധികാരത്തിലെത്തുന്നതോടെ അങ്ങയുടെ ഈ തെറ്റിദ്ധാരണ പരിപൂർണമായ നിലയിൽ മാറിക്കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനിപ്പുറത്തേക്ക് ഞങ്ങൾ എന്തായാലും കസേര കളിയുമായി രംഗത്ത് വരില്ല. നിങ്ങളുടെ ഭരണ സംവിധാനം, അടൂരിലെ ഭരണ സംവിധാനം അടൂർ നിവാസികളെ മൊത്തം പറ്റിച്ചില്ലേ? നിങ്ങള് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലമെടുത്ത് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചില്ലേ? പക്ഷേ അന്വേഷിച്ചപ്പോൾ ഭരണകാലത്താണ് ഇവിടെ ടൗൺ ഹാൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ ടൗൺ ഹാൾ നിൽക്കുന്ന സ്ഥലം വേണമെന്ന് വെച്ച് അടൂർ ജനതയെ വഞ്ചിച്ചത്, അടൂർ ജനതയെ വഞ്ചിച്ച് ഒരു പേടിയില്ല അജിംഷാദെ. ഇതിനൊക്കെ ഉള്ള ഉത്തരം ഡിസംബർ 13-ാം തീയതി കിട്ടും. അദ്ദേഹം ഇവിടെ പറഞ്ഞ സാധനം, അതായത് നഗരസഭ കോംപ്ലക്സ് വരുന്നു. ആര് വാങ്ങിച്ച സ്ഥലത്താണ്? ശ്രീ ബാബു ദിവാരൻ ചെയർമാനായി നിൽക്കുമ്പോൾ വാങ്ങിച്ച സ്ഥലത്ത്. ഇവിടെ ശ്മശാനത്തെ കുറിച്ച് പറഞ്ഞു. ആര് ചെയർമാനായിരിക്കുമ്പോൾ UDF ഭരണസമിതി വാങ്ങിച്ച സ്ഥലം. സ്റ്റേഡിയം നിർമ്മിക്കുന്നു. ആര് വാങ്ങിച്ചത്? ശ്രീ ബാബു ദിവാരൻ ചെയർമാനായി നിൽക്കുന്ന സ്ഥലത്ത്. എൻ്റെ ചേട്ടൻ ശാന്തരാവ് ചേട്ടൻ തുടങ്ങിയപ്പം തൊട്ട് അതായത് കമ്മീഷൻ, അതായത് ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ കെട്ടിട നമ്പർ ഇട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇവിടെ ചെയർപേഴ്സന്റെയും അടക്കം എത്ര കോടി രൂപയാണ്, എത്ര ലക്ഷം രൂപയാണ് മാറി വന്ന ചെയർപേഴ്സൺമാർ വാങ്ങിച്ചതെന്ന് ചേട്ടൻ അടക്കം അറിയാം. ചേട്ടന് പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. യാഥാർത്ഥ്യമാണ്, ഞാൻ ഉൾക്കൊള്ളുന്നു. അല്ല, വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇവിടെ മുനിസിപ്പൽ കോംപ്ലക്സിന് സ്ഥലം വാങ്ങിച്ചത് ബാബു ദിവാരനാണെന്നുള്ള അവകാശവാദം തെറ്റാണ്. അജിത സുരേഷ് എന്ന് പറയുന്നത് എന്ന ചെയർപേഴ്സൺ ഇരിക്കുന്ന സമയത്താണ് നടപടി വാങ്ങിക്കുന്നത്. തൗഫീഖ് അത് പരിശോധിക്കണം. ചർച്ചയിൽ ഒരു ചെറുപ്പക്കാരൻ നിലയിൽ തൗഫീഖിന്റെ ചർച്ചയെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചതറിയോ, ഈ നാടിന്റെ വികസനം സംബന്ധിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടത് വന്ന് കല്ലിട്ടു, വലത് വന്ന് കല്ലിട്ടു, ഇടത് വന്ന് കല്ലിട്ടു, വലത് വന്ന് കല്ലിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്മശാനം എന്തിയെ? ശ്മശാനം പ്രാവർത്തികമാക്കുക. ഭൂമിയല്ല, ഒന്ന് മരിച്ചാൽ കുറിച്ചിടാൻ വേണ്ടി അടൂർ നഗരസഭയിലെ 5-ാം വാർഡ് കുമ്പളമേള കോളനിയിൽ ഒരു ശ്മശാന ഭൂമിയില്ല. ചുമ്മാ കള്ളം പറയാതെ ഇടത് വന്നു, വലത് വന്നു, ഇടത് വന്നു. ഇവിടത്തെ കാര്യം പറ സഖാവേ, ഇവിടത്തെ കാര്യം പറ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വികസനം എന്ന് പറയുന്നത് ഇടതന്മാരും വലതന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിക്കുക. ഒരു കുന്തവും ഒരു ചുണ്ണാങ്കട്ടയും അടൂർ നഗരത്തിൽ നടക്കുന്നില്ല. ഈ രൂപേഷിന്റെ BJPയുടെ പ്രതിനിധിയുടെ പ്രശ്നം എന്താ അറിയോ? ഈ നാടിലെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് യാതൊരു ബോധ്യമില്ലാതാണ് സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ചർച്ച കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ അങ്ങോട്ട് പോകാം. അവിടെ ശ്മശാനത്തിന്റെ പണി എന്താ എന്ന് രൂപേഷ് കാണിച്ചു കൊടുക്കാം. ഈ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ഒരു ചർച്ച പറയരുത്. ഈ നാട്ടിൽ നടക്കുന്ന കാര്യം എന്താ? രൂപേഷ് ഓട്ടോറിക്ഷ വിളിച്ച് ശ്മശാനത്തിന്റെ പണി എവിടെ വരെയായി എന്ന് രൂപേഷിന് ബോധ്യപ്പെടാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് രൂപേഷ് കാണിക്കാം. ഇപ്പോ ഇവിടുത്തെ ശ്മശാനം സംബന്ധിച്ച് രൂപേഷ് പറഞ്ഞ ആരോപണം, രൂപേഷ് പറയുന്നത് കുമ്പളംവിള കോളനി 5-ാം വാർഡിലാണെന്ന തെറ്റാണത്. ആ വാർഡിൽ പോലെ രൂപേഷിന് അറിയത്തില്ല. അയ്യോ, പറയട്ടെ 5-ാം വാർഡിലല്ല കുമ്പളംവിള കോളനി. ചർച്ച കഴിഞ്ഞാൽ രൂപേഷിനെ ഒരു വണ്ടി വിളിച്ച് മുനിസിപ്പാലിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യം പൂർത്തിയായിരിക്കുന്ന കെട്ടിടം കൊണ്ട് കാണിക്കാം. മുനിസിപ്പൽ കോംപ്ലക്സ് ശ്മശാനം കൊണ്ട് കാണിക്കാം. അടൂരിലെ അനന്തരാമപുരം മാർക്കറ്റിലെ നിർമ്മാണ പ്രവർത്തനം കാണിക്കാം. ടൗൺ ഹാളിന്റെ പ്രവർത്തനം
അന്തിമഘട്ടത്തിലാണ് അതിന്റെ BP അതിനുവേണ്ടി ഇറങ്ങിയിട്ടില്ല. അതിനുവേണ്ടി അടൂരിലെ മാർക്കറ്റ് കാണിക്കാം. വികസനമാണ് ചർച്ചയെങ്കിൽ ഇവിടുന്ന് ആദ്യം വണ്ടി ഓടിച്ചു പോകേണ്ടത് അടൂർ ജനറൽ ആശുപത്രിയിലേക്കാണ്. സാധാരണ ജനങ്ങൾ വലയുന്ന ഒരു ആശുപത്രിയായി അടൂരിന് ജനറൽ ആശുപത്രി മാറിയിരിക്കുകയാണ്. 5 ആംബുലൻസ് ഉണ്ടായത് ഒന്നുമില്ല. ഒരു ബ്ലഡ് ബാങ്ക് 10 കൊല്ലത്തിന് മുമ്പുള്ള ഹോസ്പിറ്റലാണ് ഇപ്പൊ അടൂര് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്നല്ല ആംബുലൻസ് സൗകര്യമില്ല. ജനങ്ങൾ പറയുന്നത് കേൾക്കും. എന്റെ ചേട്ടാ 5 ആംബുലൻസ് ഉണ്ടായിരുന്നു ശ്രീ ആന്റോ ആന്റണി MP-യുടെ അടക്കം. അതിന്റെ ഒരു പാർട്സ് എങ്കിലും കാണിച്ചു തരാൻ കഴിയോ? അവിടെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. അതിനിപ്പുറത്തേക്ക് അവിടെ ആവശ്യപ്പെട്ട ഡോക്ടർമാരുടെ സേവനമെങ്കിലും ഉറപ്പുവരുത്താൻ കഴിയും. ആരോഗ്യ കേരളത്തിലാണ്. അടൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനം സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ആശങ്ക. അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കഴിഞ്ഞ മാസം നടന്ന OP 40,415 ജനങ്ങൾക്ക് വിശ്വാസമുള്ളതാണ് വരുന്നത്. അതിനു മുമ്പത്തെ മാസം 46,328. അതിനു മുമ്പത്തെ മാസം 36,324. അടൂർ ജനറൽ ആശുപത്രിയിലെ OP-യുടെ കണക്കാണ് പറയുന്നത്. കഴിഞ്ഞ 3 മാസത്തെ OP മാത്രം ജനങ്ങളുടെ വിശ്വാസമാണെന്ന് ബോധ്യപ്പെടുത്തുന്നത്, ജനങ്ങളുടെ വിശ്വാസമാണെന്ന് കാണുന്നത്. എനിക്കതിന് മറുപടി ഉണ്ട്. ഞാൻ പറയട്ടെ അടൂർ ജനറൽ ആശുപത്രിയിലെ ഒക്ടോബർ മാസത്തെ OP മാത്രം 40,415. സെപ്റ്റംബർ മാസത്തെ OP ഞാൻ പറയട്ടെ ആംബുലൻസ് സൗകര്യം ഉണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ള ആംബുലൻസ് സൗകര്യം ഉണ്ടോ? ബ്ലഡ് ബാങ്ക് ഉണ്ടോ? ഏതെങ്കിലും ഒരു രോഗിക്ക് 108 ആംബുലൻസ് 5 എണ്ണമാണ് 5 എണ്ണമാണ് അടൂർ ജനറൽ ആശുപത്രി കിട്ടുന്നത്. ഏതെങ്കിലും ഒരു രോഗിക്ക് ഇന്ന് റോഡിൽ ആക്സിഡന്റ് കിടന്നാൽ 108 ആംബുലൻസ് കിട്ടാത്ത സ്ഥിതിയുണ്ടോ? ഏറ്റവും അധികം 108 ആംബുലൻസ് സർവീസ് കേരളത്തിലല്ലേ? 108 ആംബുലൻസ് പറഞ്ഞു പറ്റിക്കരുത്. OP-യുടെ കണക്ക് അതിലേക്ക് വരാം. എവിടെ കാർഡിയോളജി വിഭാഗം ഉണ്ടോ? ഇല്ല അജിംഷാദേ, ജനങ്ങൾക്ക് ഒരു ആശുപത്രിയിലുള്ള വിശ്വാസമാണ് അവിടുത്തെ OP. വിശ്വാസമാണ് ജനങ്ങളുടെ OP. 30 വർഷമായി ഇവിടുത്തെ MP ഉണ്ടല്ലോ, അദ്ദേഹം പറയണ്ടേ? വന്നിട്ട് പോലും ഇവിടെ കള്ളം പറയുന്നു. അല്ല ഞാൻ പറയാം, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിട്ട് എംപിയുടെ വീട്ടിലല്ലേ യൂണിറ്റ് നിർമ്മിക്കുവാനും ഇവിടെ അതമ്പതിച്ച ഒരു സംസ്ഥാന ഭരണമായി കേരള ഭരണമായി CT സ്കാൻ അടക്കമുള്ള ആധുനിക ലാബ് സൗകര്യമുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് ഇന്ന് അടൂര്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ആദർശത്തിന്റെ അപ്പോസ്തലനായിരുന്ന VM സുധീരനൊക്കെ ഭരിച്ചിരുന്ന കാലത്ത്, ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇത്ര മലീനസമായ ഒരു ഹോസ്പിറ്റൽ കേരളത്തിലുണ്ടായിരുന്നോ? ഇന്ന് ഏറ്റവും ഹൈജനിക്കായ, ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ ഏറ്റവും ഹൈജനിക്കായ സംവിധാനമാണ് ഇന്ന് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. OP-യുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ അടൂർ നഗരസഭയിൽ 2 വെൽനസ് സെന്ററുകളാണ് തുടങ്ങിയിരിക്കുന്നത്. ഒന്ന് പറക്കോടും ഒന്ന് പാമ്പേറ്റുകുളത്തിൻ്റെ അവിടെ വെൽനസ് സെന്ററിൽ എത്ര രോഗികൾ പോകുന്നു, 2 മണി മുതൽ 7 മണി വരെ എത്ര രോഗികൾ പോകുന്നു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒന്ന് പരിശോധിക്കണം. ഇവിടെ അടൂരിനകത്ത് 6 നില കെട്ടിടമാണ് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിനകത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കിഫ്ബി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട്. പോട്ടെ, 10 വർഷക്കാലത്തിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശിവകുമാർ ഇരുന്നു, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു നയാ പൈസ കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളെല്ലാം പറയുന്നല്ലോ എന്ത് വികസന കഴിഞ്ഞ 2016 മുമ്പ് അടൂർ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ എന്ത് നടന്നതെന്ന് തൗഫീഖ് രാജനൊന്ന് പറ. പിന്നെ ഇവിടെ ആരോഗ്യ മേഖലയിൽ കൃത്യമായി ഒരു ആക്സിഡന്റ് നടന്നാൽ 108 സംവിധാനം ആർക്കും വിളിക്കാം. 108, കാര്യം നിങ്ങളുടെ കാലഘട്ടത്തിൽ 108 ഉണ്ടായിരുന്നോ?
ഒരു വണ്ടിയും 108 വിളിച്ചാൽ സ്പോട്ടിൽ എവിടെ കിടക്കുന്നോ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൃത്യമായി ചികിത്സ കൊടുത്തുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഒരാൾ പോലും മരിക്കുവാൻ കഴിയത്തില്ല, മരിക്കുവാൻ പാടില്ല എന്ന ദീർഘ വീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്തിയ ഗവൺമെൻറ്റിനെയാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖല മോശമാണെന്ന് പറയുന്നത്. ഇവിടെ ആറ് ആക്സിഡൻ്റ് ആയാലും 108 വിളിച്ചാൽ അത് CPM-കാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ എന്നുള്ള വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സാഹചര്യം ഈ കേരളത്തിനകത്ത് ആരോഗ്യ വകുപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒന്ന് പറഞ്ഞതേ, നമ്മളെ പാമ്പേറ്റിക്കുളത്ത് സമീപമുള്ള ആ മന്ദിരമാണ് ആരോഗ്യ മന്ദിർ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ടാ പറയുന്നത്. കേരള സംസ്ഥാനത്ത് സന്തോഷമേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പറ്റി പറയാൻ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പറ്റി പറയാൻ കോൺഗ്രസിനോ BJP-ക്കോ അർഹതയില്ല. കേരളത്തിലെ സർക്കാർ ആരോഗ്യ മേഖലയിലാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ ആരോഗ്യ മേഖലയിലാണ് ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ നടന്നിട്ടുള്ളത്. കരൾ മാറ്റിവെക്കലും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തത്തക്ക നിലയിലുള്ള സ്വയം പര്യാപ്തമായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ മാറ്റിയ സർക്കാർ മേഖലയെ മാറ്റിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേട്ടമാണ്. ഇന്നത്തെ UDF കൺവീനർ അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ടുപേരും അടൂരിൽ നിന്ന് മന്ത്രിമാരായിരുന്നല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സംഭവം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭവം, SIT-യിലെ സംഭവം, പാലക്കാട് മാറ്റേണ്ടി വന്ന സംഭവം, ഇതൊക്കെ ആരോഗ്യ കേരളത്തിന്റെ നേട്ടങ്ങളാണ്. ഇതൊക്കെ ആരോഗ്യ കേരളത്തിന്റെ നേട്ടങ്ങളാണ്. ആരോഗ്യ മേഖല പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ആരോഗ്യ മേഖല തകർന്നോ ഇല്ലയോ എന്ന് രൂപേഷിന്റെ ഭാര്യ അമ്പിളിയെടുത്തൊന്ന് ചോദിച്ചാൽ മതി. അവരുടെ വർക്ക് ചെയ്യുന്നത് അംഗീകാരമായി കേരള സർക്കാരിന്റെ ഓഫീസേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്ന കൃത്യമായി ശമ്പളം കൊടുത്തുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാൻ കേരളത്തിലെ ആരോഗ്യ UP-യിൽ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിച്ചത് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ തകർച്ച കൊണ്ടാണോ? കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചത് രൂപേഷ് പറ. കേരളത്തിൽ കോവിഡ് വന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ല കേരളത്തിന്റെ മണ്ണിൽ സംസ്കരിച്ചു. കോവിഡ് വന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകളെയും കേരളത്തിലെ മണ്ണിൽ സംസ്കരിച്ചു. ഇത്രയേറെ കോൺഫിഡൻസ് UDF-നുണ്ടായിട്ട് മതപണ്ഡിതർ, ബഹുമാന്യരായ ഇസ്ലാം മതത്തിലെ പണ്ഡിതർ പോലും എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയുമായി അടുപ്പം എന്തിന്? ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സാക്ഷാൽ പിണറായി വിജയനും ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയും കാണിച്ചിട്ടുള്ള ആളുകളല്ല. ഞങ്ങളവിടെ മുന്നണിയിലുള്ള ആളുകളല്ല. ഇല്ല സാറേ, രാഹുൽ മാങ്കൂട്ടം മുങ്ങി തുറക്കാൻ രാഹുൽ മാങ്കൂട്ടമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുന്നെങ്കിൽ അത് പോറ്റിഷനെ പിടിച്ച് പെട്ടെന്ന് സാർ സാറിനോടാ ചോദ്യം. പന്തളം മുനിസിപ്പാലിറ്റിയിലെ BJP ഒരു 5 വർഷം ഭരിച്ചു. എന്താണ് അവർ ചെയ്ത നേട്ടങ്ങൾ?
പറയാലോ ഇന്നിപ്പം അതായത് പന്തളത്തിന്റെ നഗരത്തിൽ സെൻട്രലിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വികസന മുന്നേറ്റം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം വാക്കാൽ പറയാൻ പറ്റത്തില്ല. നാളെ പോവാം നമുക്ക് വാക്കാൽ പറയാൻ പറ്റത്തില്ല. അവിടെ പ്രൈവറ്റ് ബസ് പ്രവർത്തനം നടക്കുന്നു. ആ വലിയ ഞാൻ ചോദിച്ചോട്ടെ, ഇതേപോലെ വലിയ തോട്, ഇവിടെ വലിയ തോടുണ്ടല്ലോ, അവിടെ തോടുണ്ട്. വികസനം മുന്നേറ്റം നോക്കൂ, അവിടുത്തെ വികസനം മുന്നേറ്റം നോക്കൂ. ഈ അടൂർ നഗരസഭയിൽ ഇവിടെ കമ്പ്യൂട്ടർ സ്റ്റേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? പന്തളത്തെ BJP അധികാരത്തിൽ കയറി ശരിയാ, പക്ഷേ ഒരു കാര്യങ്ങളും ചെയ്യാതെ ശിലാശില്പം മാത്രം ചോദ്യത്തിന് മറുപടി മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് റോഡിൽ കൂടെ സാർ പോയാൽ മതി. വികസനം എന്താണ് സാറിന് മനസ്സിലാവും? അതായത് ഒരു കാര്യം, പന്തളം നഗരസഭയുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് തദ്ദേശത്തിൽ BJP NDA എന്ത് പറഞ്ഞാണ്? കഴിഞ്ഞ 5 വർഷക്കാലം മാത്രമേ ഉള്ളൂ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരിക്കാൻ വേണ്ടി അവിടെ അവസരം കിട്ടിയിട്ടുള്ളൂ. തുടർ ഭരണത്തിൽ പറയുന്ന കാര്യം കേന്ദ്ര പദ്ധതി, നിരവധി പദ്ധതികൾ, ഇപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിയും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ പല പദ്ധതികളും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പല പദ്ധതികൾ ജനക്ഷേമവും വികസനവുമാണോ നിങ്ങൾ ഈ തദ്ദേശ വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് മുമ്പോട്ട് വെക്കുന്നത്? ഞാൻ പറയാം. LDF 62 ലക്ഷം മനുഷ്യർക്കാണ് പെൻഷൻ കൊടുത്തത്. 35 ലക്ഷം വീട്ടമ്മമാർക്കാണ് 1000 രൂപ വെച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതി ഭാഗം കൊടുക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം ഒരു പെൻഷൻകാരന് 1600 രൂപ വെച്ച് 120 മാസം പെൻഷൻ കിട്ടുമ്പോൾ 1,96,000 രൂപ പെൻഷൻ കിട്ടിയിരിക്കുന്നു. 18 മാസത്തെ കുടിശ്ശിക കൊടുത്തപ്പോൾ 10,800 രൂപ കിട്ടിയിരിക്കുന്നു. രണ്ടേകാൽ ലക്ഷം രൂപയാണ് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട തൗഫീഖ്, വാസ്തവം പറയുമ്പം അത് കേൾക്കാനുള്ള വാസ്തവമാണെങ്കിൽ കേൾക്കാം, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കൂടെ കേൾക്കണം. LDF അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത നടപടിയാണ് സെപ്റ്റംബർ മാസത്തിൽ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തത്. 18 മാസത്തെ കുടിശ്ശിക പറഞ്ഞപ്പോൾ അവരിടപെട്ടില്ലല്ലോ. പറയുന്ന നേട്ടങ്ങൾ 62 ലക്ഷം മനുഷ്യർക്ക് 1600 രൂപ വെച്ച് 120 മാസം കൊടുത്ത് 1,96,000 രൂപയാണ്. ഇപ്പൊ 2000 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഒരു പെൻഷൻകാരന് കിട്ടുന്നത് 2.25 ലക്ഷം രൂപയാണ്. ഒരു പെൻഷൻകാരന് 10 വർഷം കൊണ്ട് കിട്ടിയത്. 5 ലക്ഷം മനുഷ്യർക്കാണ് വീടുകൾ കൊടുത്തിരിക്കുന്നത്. 1.25 ലക്ഷം മനുഷ്യർക്ക് പട്ടയം കൊടുത്തിരിക്കുന്നു. കേരളത്തിന്റെ ദേശീയപാതയും മലയോര ഹൈവേയും ദേശീയപാതയും തീരദേശ ഹൈവേയും യാഥാർത്ഥ്യമായിരിക്കുന്നു. കേരളത്തിൽ സമാനതകളില്ലാത്ത, കേരളത്തിൽ ഇന്ന് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത കേരളം ഉണ്ടായത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തന്നെയാണ് അടൂരിൽ നിന്നും പടക്കളം അടുത്തിടത്തേക്ക്